മഹാനായ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ശ്രദ്ധിക്കണേ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വലിയ സേവകനായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സേവകനായിരുന്നു. മുത്ത് ഹബീബിന്റെ ഖാദിമായിരുന്നു റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? ഹബീബിനെ നമ്മൾ പ്രണയിച്ചിട്ടുണ്ടോ? ഹബീബിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? ആ റൗള നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ഖാദിമായിരുന്നു. മുത്തുനബിക്ക് സേവനം ചെയ്യുന്ന ആളായിരുന്നു റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ വീട്ടിൽ ഒരു തണുപ്പുള്ള രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുകയാ. തണുത്തു വിറക്കുന്ന രാത്രിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ മക്കയിലെ മദീനയിലെ ഈന്തപ്പന നാരുകളെ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മുത്തുനബിയുടെ ചെറിയ കുടിലിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വിശ്രമിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങുകയാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പതിവുണ്ട്, രാത്രി കുറച്ചു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുന്നേൽക്കാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ തണുത്ത രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ വിറക്കുകയാ. നല്ല തണുപ്പോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ കരുതിപ്പോയി, അല്ലാഹുവേ ഒരൽപ്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നല്ലാഹുവിന്റെ പ്രവാചകൻ മനസ്സിൽ കരുതി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ കുടിലിന്റെ കതക് തുറക്കുകയാണ്. കതക് തുറക്കുന്ന നേരത്തുണ്ട് പ്രവാചകന്റെ വീടിന്റെ മുറ്റത്ത് ഒരു സ്വഹാബി വിറച്ചു നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവുമായി തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് റബീഅ മുത്തുനബിയെ പ്രതീക്ഷിച്ച് അന്നത്തെ രാത്രിയിൽ കാത്തു നിൽക്കുകയാ. പ്രവാചകൻ കതക് തുറന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ കാണുന്നത് പാവപ്പെട്ട റബീഅയാൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ റബീഅ, പൊന്നുമോനെ റബീഅ, ഇന്നത്തെ രാത്രി ഉറങ്ങിയില്ല റബീഅ? എന്റെ പൊന്നുമോനെ റബീഅ, നീ ഉറങ്ങിയില്ലേ? നേരം പാതിരയായല്ലോ റബീഅ, നീ ഉറങ്ങിയില്ല റബീഅ എന്ന് ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅയോട് ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, ഞാനൊരു വലിയ പ്രതീക്ഷയുമായി കാത്തു നിൽക്കുകയാണ് ഹബീബേ, ഞാനൊരു വലിയ ആഗ്രഹവുമായി കാത്തു നിൽക്കുകയാണ് നബിയെ. ഈ തണുപ്പുള്ള രാത്രിയിൽ അങ്ങ് എഴുന്നേൽക്കും, നിസ്കരിക്കാൻ എഴുന്നേൽക്കും, അങ്ങേക്ക് ചൂടുവെള്ളം വേണ്ടിവരും എന്ന് പ്രതീക്ഷിച്ച് റബീഅ കാത്തു നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് തങ്ങൾ പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബീഅ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച തോൽപാത്രത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെഞ്ചിന്റെ ചൂട് കൊണ്ട് തോൽപാത്രത്തിലെ വെള്ളം ചൂടായി പോയിട്ടുണ്ട്. റബീഅ മുത്തുനബിയോട് പറയുന്നു, യാ ഹബീബല്ലാഹ്, അങ്ങ് കയ്യ് നീട്ടിയാലും യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ കരങ്ങൾ നീട്ടിക്കൊടുക്കുകയാ. റബീഅയുടെ മുമ്പിലേക്ക് അങ്ങ് നീട്ടിയപ്പോൾ റബീഅ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാ. മുത്തുനബി അംഗശുദ്ധി വരുത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് റബീഅയോട് ചോദിക്കുന്നു, യാ റബീഅ, പൊന്നുമോനെ റബീഅ, സലൂനി യാ റബീഅ,
ചോദിക്ക് റബിയ, ചോദിക്ക്. ഈ തണുപ്പുള്ള രാത്രിയിൽ, പാതിരാത്രിയിൽ ചൂടുവെള്ളവുമായി എന്നെ കാത്തു നിന്ന റബിയ, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്ക് റബിയ എന്ന് ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബിയയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് റബിയ മുത്തുനബിയുടെ മുഖത്ത് നോക്കിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് പുഞ്ചിരി വിടരുകയാ. റബിയ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു പാവപ്പെട്ട സ്വഹാബിയാണ്, എന്റെ മക്കൾ ചെറുതാണ്, ഞാൻ അടുത്ത് വിവാഹം കഴിച്ചവനാണ്, വളരെ പ്രയാസത്തിൽ കഴിയുന്നവനാണ് റബിയ യാ റസൂലല്ലാഹ്, എന്റെ വീട് ചറ്റക്കുടിലാണ് യാ റസൂലല്ലാഹ്. ഇതൊന്നുമല്ല റബിയ പറഞ്ഞത്. ദുന്യവിയായ ഒരു കാര്യവും റബിയ മുത്തുനബിയുടെ മുമ്പിൽ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ അതെനിക്ക് തരുമോ യാ റസൂലല്ലാഹ്? മുത്തുനബി പറഞ്ഞു, റബിയ, ഈ സമയത്ത് നീ എന്ത് തന്നെ ചോദിച്ചാലും നിനക്ക് ഞാൻ തരും റബിയ എന്ന് ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോ റബീഅ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ, എനിക്ക് ഭൗതികമായ സുഖങ്ങളൊന്നും വേണ്ട നബിയേ, എനിക്ക് വേണ്ടതെന്താണെന്നറിയുമോ? പാവപ്പെട്ട ഈ റബിയക്ക് വേണ്ടതെന്താണെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഈ റബിയക്ക് അങ്ങയുടെ കൂട്ടുകാരനായി സ്വർഗ്ഗത്തിൽ ഒന്ന് വസിക്കാൻ നബിയേ എനിക്ക് അവസരം തരുമോ യാ റസൂലല്ലാഹ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമിയെ കെട്ടിപ്പിടിക്കുകയാ. റബീഅയോട് പറഞ്ഞു, റബീഅ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത് റബീഅ? ഈ പാതിരാത്രിയിൽ എന്നെ കാത്തുനിന്ന, എനിക്ക് വുളൂ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി വെള്ളവുമായി കാത്തുനിന്ന റബീഅ, നിനക്ക് ഞാൻ സ്വർഗം വാഗ്ദത്തം ചെയ്യുന്നു റബീഅ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ അല്ലാഹ് റബീഅ സന്തോഷത്താൽ തുള്ളിക്കളിക്കുകയാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബിന്റെ ചാരയൊന്നടയാൻ, ആ ഹബീബിന്റെ കൂടെ സുഖലോക സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആ ഹബീബിനെ സ്നേഹിച്ചു എന്ന് പറയാൻ എന്താണ് നമ്മുടെ കൈവശമുള്ളത്? ആ ഹബീബിന്റെ